ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മൾ ആഫ്റ്റർ എ ലോങ് ടൈം KSRTC യാത്ര പോവാണ്. ദസറ കാണാൻ വേണ്ടിയിട്ട് 4 ആൾക്കാർ കൂടിയിട്ടൊരു യാത്ര. ഈ ബസ് കണ്ടുപിടിച്ചാൽ മറ്റേ പാടെ. ഇത് KSRTCൻ്റെ അല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ്. അതിലാണ് നമ്മൾ യാത്ര പോണത്. എന്താ നമ്മളെ 1 ലക്ഷം ബോസ് ബസ്സിൻ്റെ അപ്പോൾ വീഡിയോ ഒക്കെ വണ്ടിലേക്ക് ഇതിൻ്റെ 33K. അങ്ങനെ നല്ലൊരു പീക്ക് ടൈമിൽ കൂടെ നമ്മൾ കടന്നോണത്. അത് നമ്മൾ ദസറ കാണാൻ വേണ്ടി പോകണേ. മൈസൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ബാക്ക് സീറ്റ് ഓക്കെ വിശേഷങ്ങളൊക്കെ കാണാം. 1.5 മുതലാക്കാം. പിന്നെ അത് ആമറൊക്കെ ഉണ്ട്. ചാർജിങ് എല്ലാവരും കൂടി മോട്ടറാക്കിയപ്പോൾ മറ്റേ KSRTC ബുക്കിങ്ങിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ, നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് തന്നിരുന്നു ടിക്കറ്റ് കൺഫേം ആയത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഡ്രൈവറെ നമ്പർ ഉണ്ടായിരുന്നു. അതിലേക്ക് വിളിച്ച് കാണുന്ന പാട്ടിടാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ അതേ പറഞ്ഞിട്ട് പുതിയ ബസ്സാണ്, ഫസ്റ്റ് ട്രിപ്പാണെന്നൊക്കെ. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബാക്കി കണ്ടുപിടി. ലൈറ്റ് മൊത്തം ഓഫായി, ഫോൺ മര്യാദക്ക് ചാർജ് കയറിയോ, അത് പോയി, ഒക്കെ പോയി. അപ്പോൾ നമ്മൾ പോയിക്കാണ്ട് മൂപ്പരോട് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ട്രിപ്പാണ്, അടുത്ത സ്റ്റോപ്പ് എത്തട്ടെ, അറിയണ ആരോ ഒരാൾ കയറാണ്ട് അവരോട് ചോദിച്ചിട്ട് അത് സെറ്റാക്കി തരാമെന്ന്. എന്താ ചെയ്യാം, അവസ്ഥ വേരുടെ അവസ്ഥ. ഞാൻ സ്വിച്ചും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം മൊത്തത്തിലൊന്ന് ഓണാവാൻ. അതുവരെ KSRTCയിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളുടെ ബസ് തന്നെ വേണ്ടി വന്നു. ആദ്യ ട്രിപ്പിലെ പ്രശ്നങ്ങൾ ഞങ്ങളെ ഇതാണ് ഞങ്ങളുടെ ബസ്. ഏത് ആവശ്യത്തിന് ഏത് നേരത്ത് മാത്രമല്ല അവിടെ ബസ്സോട് വെച്ച് അറിയില്ല. അപ്പം നമ്മൾ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മാല ബൾബ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇക്കാണ്ട് ഇവിടുത്താണ് ഈ ദസറ എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചത്തിൻ്റെ ഒരു ആഘോഷം എന്നാണ് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലായിടത്തും ബൾബുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. രാത്രിയായ പിന്നെ ഫുള്ള് വർണ്ണപൂരിതമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടുന്നൊരു നമ്മളിപ്പോൾ ഇറങ്ങിയ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, അവിടുന്ന് മൈസൂർ സൂ ആവട്ടെ, അതേപോലെ തന്നെ മൈസൂർ പാലസ് ആവട്ടെ, അതൊക്കെ നമുക്ക് ജസ്റ്റ് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. 1.5 കിലോമീറ്റർ സൂക്കും ഒരു 700 മീറ്ററോളത്തെ പാലസക്കും. നമ്മൾ ആദ്യം സൂക്കാണ് പോണത്. സൂ ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് പോകാന്നുള്ളത് ഞങ്ങൾക്ക്. ഏകദേശം 6 മണി ആയിട്ടുണ്ട് സമയം. നമ്മളൊരു ഭയങ്കരക്കാരൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയി അവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടുന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇങ്ങനെ അടുത്ത രീതിക്ക് പോകാന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോണത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മളെ ഇറക്കിക്കാണ്ട് പോവുകയാണേ. കാണാൻ സെറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയി ബസ്സിൽ. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ മൈസൂരെത്തിയത് അറിയാണ്ട് കേട്ടോ. അവിടെ റോഡ് ഫുൾ കൺജസ്റ്റഡ് ആണ്. അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമുക്ക് റൂം കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മണി ആയപ്പോഴാണ് നമ്മൾ എത്തിയത്. നല്ല ബസ്, നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കണ്ട് ബസ് അടിപൊളി കേട്ടോ. മിയ ആ ബസ്സിലുള്ള മൈസൂർക്കുള്ള എല്ലാവരും ദസറ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ വന്ന ആൾക്കാരാണ്. നമ്മളൊന്നുള്ള മൈസൂർ എക്സ്പ്ലോർ ചെയ്താണ് ദസറ കണ്ടുകാണ്ട് ഇങ്ങനെ പോകാന്നുള്ള രീതിയിലാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടാണ് നമ്മൾ സൂവിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിൽ റൂം പറഞ്ഞിരുന്നു, സ്റ്റോർഷിപ്പ് ഭവനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടേക്കുള്ളൊരു യാത്രയിലാണ്. ഇവിടെ ഇപ്പം തന്നെ ആളുകളൊക്കെ നമ്മളെ ബസ്സിൽ വന്ന ആളുകളൊക്കെ കൂടുതലും കുറേ ആൾക്കാർ നമ്മളെപ്പുണ്ട്, കുറേ ആൾക്കാർ അവിടെയും ഇവിടെയൊക്കെ തങ്ങുന്നുണ്ട്, കുറേ ആൾക്കാർ എങ്ങനെയെങ്കിലുമൊക്കെ ടൈം നേരം വെളുപ്പിക്കണം എന്നുള്ള മൈൻഡിലുണ്ട്. പക്ഷേ 5 മണി ആയതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ നേരം വെളുക്കാൻ. നമ്മളെ റോഡും തേടി മാപ്പും നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഏത് മുട വാക്കിമുട് പർച്ചേസ് ചെയ്തിട്ടല്ല, അത് കാണുമ്പോൾ ഒരു കൗതുകല്ലേ, ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കണ്ടേ. 1 2 3 4 5 6 വില പേശി 6 ആൾക്കാർ 200 നമ്മളിപ്പോൾ ഫ്ലവർ ഷോ കാണാൻ പറ്റാതെ നമ്മൾ ഫുഡ് ഫെസ്റ്റിക്ക് പോവാണ്. വെള്ളമൊക്കെ ആകെ വേഷാണ്ട് കുടലി കരുതിക്കണേ. നമ്മൾ നേരാണ് പോകണേ. ഗൈസ്, നമ്മൾ ദസറൻ്റെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തെത്തി. നമ്മളെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ക്യാമ്പൻ്റെ പരസ്യമാണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത്. 200 ml 10 രൂപയ്ക്ക്, 500 ml 20 രൂപയ്ക്ക്. ഓർക്ക് നമ്മൾ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ സാധനം സെറ്റാണ്. നമ്മൾ ഉച്ചക്ക് ഫുഡ് ഇവിടുന്ന് കഴിക്കാന്നുള്ള രീതിയിലാണ്. ഇവിടെ ഫുൾ സെറ്റപ്പാട്ടോ.
ഒരു ഭാഗത്ത് നിന്ന് ഇരുന്നാണ് തുടങ്ങേണ്ടി വരും ബോസ്. ബാമ്പു ബിരിയാണി 200, നാട്ടിക്കൊല്ലി ബാമ്പു ബിരിയാണി 250, മട്ടൻ ബാമ്പു ബിരിയാണി 300, ബിദ്രക്കി പായസ 50, മകൾ ബേരൂട്ടി 20, ക്രാബ് കറി ആൻഡ് രാഗി ബോൾ 150, കടു ഗിനസു ഹണി 50. അയ്യോ, നമ്മളിവിടെ ഇരുന്ന് കാണാൻ തുടങ്ങണമെന്നല്ല. എല്ലാവരും എത്തി. 1 2 3 4 5 ഞാനടക്കം 6. चिकन बिरयानी 2 पीस, बिरयानी फुल बिरयानी उसमें 2 पीस, चिकन कबाब 1 पीस, चिकन चॉप्स 1 पीस, एग आधा अंडा पूरा कितना ओनली 99 कॉम्बो ऑफर भाई कौन सा है अच्छा है पूरा देसी स्टाइल ഇവിടെ 50 രൂപയ്ക്ക് ഷവർമ ഉണ്ട്. ऑफर ഓക്കെ 100 रुपए के बिरयानी कबाब चॉप्स मोटे भाई 100 रुपए. എന്താ മൻസൂർ ബൽ എന്താ പറഞ്ഞേ? 100 രൂപയ്ക്ക് 2 ബിരിയാണി. ആ 2 ബിരിയാണിയോ? നോക്കാ വാങ്ങ. അങ്ങനെ വൃത്തിയാക്കാനുള്ള 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ച് പിന്നെ ഷവർമയും ഒക്കെപ്പാടൊക്കെയാണ് ഇങ്ങനെ വയറ് ഫുള്ളാക്കി ഇനി അടുത്ത സ്ഥിരീകരണ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ നിന്നാൽ പറ്റില്ലല്ലോ. ഓഫറുകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഫുൾ ഓഫറാട്ടോ. സീൻ ആൾക്കാരട്ടോ. നമ്മളെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി, എന്നാലും നമുക്ക് സ്ഥലം കിട്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ആകാശത്തെക്കൂട്ടി ഇങ്ങനെ എന്തുണ്ടാവും, എയർഫോഴ്സിൻ്റെ പ്രകടനം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. പോലീസുകാർ ഗേറ്റ് 6 കൂടി കിടക്കുന്ന ആളുകളോടൊക്കെ ഉള്ളിൽ എന്തൊക്കെയോ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതാ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നല്ലേ ആകാശത്ത് കൂടെ പോകുന്ന സാധനം നമ്മൾ പുറത്തേക്ക് എന്നാലും കാണൂല. നമ്മളോട് അവരെ കളിയില്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 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 കണ്ണിൽ എണ്ണ വെച്ച് കാത്തിക്കുകയാണ്. മാനം നോക്കി കാത്തിക്കുകയാണ്. എല്ലാവരും ഈ ഒരു ദസറന്റെ ഈ ഒരു ലക്ഷ്യ കാര്യങ്ങൾ കാണാൻ വേണ്ടി വന്നാണ്. കണ്ടോ പത്തി വളർത്തി അവിടെ വരില്ല. പോയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ബാരിക്കേഡ് അടിച്ചിട്ടോ. നമ്മൾ KSRTC ബസ്സിന് പോകണേ, ബസ് ഉണ്ട് ഇറങ്ങാണ്ട് ഇങ്ങനെ കഴിച്ചിലായതാണ്. നേരത്തെ നമ്മൾ എയർ ഷോ കണ്ടിയാണല്ലോ, അവിടെ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ടാണ് ആ ഡ്രോൺ ഷോൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഡ്രോൺ ഷോ അവിടെ നിന്നാലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അവിടെ നിന്ന് പോലീസ് ആട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എയർ ഷോ കണ്ടീൻ്റെ
ആ ഒരു LIC സർക്കിൾ അറിയും. അവിടേക്ക് തന്നെ പോയാൽ അവിടുന്ന് നമുക്ക് നല്ല മര്യാദക്ക് അങ്ങനെ സ്കൈ വ്യൂ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അങ്ങനെ ദൂരം കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ പാസ് വേണം. പാസ് പല റേറ്റാണ്. 1000 തൊട്ടുകൊണ്ട് തുടങ്ങുന്നുണ്ട്. 500 കിട്ടും. പിന്നെ പോലീസുകാരുടെ അടുത്താണ് ഈ പാസ്സൊക്കെ ഉണ്ടാവില്ല പറഞ്ഞത്. അപ്പോൾ മീൻസ് പോലീസുകാരുടെ അടുത്തും പാസ് ഉണ്ടാവും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ. അപ്പോൾ ഓൾക്ക് ചെറിയൊരു ഇതൊക്കെയാണ് കൊടുത്ത് സെറ്റാക്കിയാൽ കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞ അറിവ് കേട്ടോ. നമുക്ക് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ കാരണം ബൈസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് നമുക്ക് അല്ലാതെ തന്നെ നമ്മൾ കണ്ടാണല്ലോ. 8:30 തുടങ്ങുന്നതാണ്. 7:45 തുടങ്ങുന്നതാണ് പരിപാടിയാണ്. കാത്ത് നിന്ന് 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 സമയത്രയെന്ന് അറിയാം. 8:11. നമുക്കെന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് ഇവിടുന്ന് പോകാനുള്ളതായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ബസ് ബുക്ക് ചെയ്തുകൊണ്ടാണ് വന്നത്. നമ്മൾ ഇത്ര ടൈം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ആകെ സീനായി പോയി. ഇവിടെ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഓണായി തുടങ്ങിയിട്ടാ. ദസറൻ്റെ ഒരു വൈബ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് തുടങ്ങുന്നുള്ള ന്യൂസാണ് ഇങ്ങനെ കേൾക്കണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റായി. അല്ലാണ്ട് നമ്മളാകെ മൂഞ്ചി പോകും. ഇവിടുത്തെ ഓരോരോ സെറ്റാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ലൈറ്റ് വന്നപ്പോൾ കാണാൻ നല്ല ജോറായിട്ടുണ്ട്. നമ്മളതാ യാദൃശ്ചികമായിട്ട് നമ്മളെ കപ്പിൾസിനെ കണ്ടിട്ടുണ്ട്. മൈസൂരിൽ വന്നാലും SBR ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് യാത്രപ്പെടായതുകൊണ്ട് SBR എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ എത്തും. അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്ന വിചാരിച്ചിട്ടില്ല. ഇവിടെ നിന്നാണ് വിളിക്കുമ്പോൾ പഠിച്ചോനെ അല്ലാക്കിൻ്റെ അവലും കഴിഞ്ഞ് റേഞ്ച് ഇല്ലാന്നേ. അത്രക്കും റഷാണ്. ഒരു ഇതും ഇല്ലാതെ നല്ല റേഞ്ചുള്ള ഏരിയയിൽ ആൾക്കാരെ മാസ് കാരണം റേഞ്ച് പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് നീങ്ങി ലാസ്റ്റ് ഇനി കാണൂല, ഇനി പോട്ടെ നാട്ടിൽ നിന്ന് കാണാമെന്നുള്ളൊരു മൈൻഡ് ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രണ്ടാൾക്കാരിങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ സെറ്റ്. അങ്ങനെ എന്തായി, ഞങ്ങൾ വെസ്പരം കണ്ടു, മീറ്റ് ചെയ്തു. കറക്റ്റ് 9 മണിക്ക് നമ്മളെ സാധനമായിട്ട് തുടങ്ങിയിട്ടാ. പിന്നെ മ്യൂസിക് ഉള്ളതുകൊണ്ടേ മ്യൂട്ടാക്കിയാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. ഇനി വെറുതെ എന്തിനും കോപ്പിറൈറ്റ് അടിച്ചാണ് സീനാക്കണേ. കണ്ടോളി, നമ്മളെ 3000 ഡ്രോണുകളെ ഗിന്നസ് റെക്കോർഡ് നേടിയ ഡ്രോൺ ഷോ. ഡ്രോൺ കൊണ്ട് 3000 ഡ്രോണുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ ഗ്രൗണ്ടിൽ നിന്നാണ് സാധനം പൊന്തുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ നല്ലൊരു വ്യൂ, അതത്രയും ഫോക്കസ് ചെയ്തെടുക്കുകയാണ്. പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എങ്ങനെ ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഒരു ഐഡിയയും കിട്ടുന്നില്ല. ആ ഒരു ഡ്രോണും വെച്ചിട്ടാണ് ഈ ഒരു രൂപത്തിൽ നൈസ് ഹാറ്റ്സ് ഓഫ് ഗൈസ്, ഹാറ്റ്സ് ഓഫ്. പിന്നെ അത് ഇതൊന്നും തുടങ്ങിയതല്ലേ കാര്യങ്ങൾ. പക്ഷേ നമുക്കത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. സംഗതി സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ്. ദസറക്ക് വന്നത് മുതലായി. ഇതും കൂടിയാണ് കണ്ടപ്പോൾ സമ്പൂർണ്ണം എന്നറിയില്ലേ ആ സാധനം. സാറ്റിസ്ഫൈഡ്. അങ്ങനെ നമ്മൾ സമയം അതിക്രമിച്ചു. നമുക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടു. കറക്റ്റ് ഒരു 10-15 മിനിറ്റ് നീണ്ടുന്ന പ്രകടനം. നമ്മളിതാ തിരിച്ച് പോവുകയാണ്. പോണ ബൈക്കിലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടോ, ഫുള്ള് കളർഫുൾ എന്ന് പറഞ്ഞാൽ കളർഫുൾ. ഇപ്പോൾ നമ്മൾ കൊട്ടാരം കണ്ടിട്ടില്ലല്ലോ. കൊട്ടാരത്തിൻ്റെ ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കാണാം. ഡേങ്കപ്പ ഇതാട്ട നമ്മളെ ദസറയിലെ മൈസൂർ കൊട്ടാരത്തിൻ്റെ ആ ഒരു പ്രൗഢോജ്ജലം ഗാംഭീര്യം എന്നൊക്കെ പറഞ്ഞില്ലേ. തലക്കെട്ടപ്പോട്ട് കൂട്ടി നിൽക്കണ കിടപ്പ് കണ്ടില്ലേ, നിൽക്കണ നിപ്പ് കണ്ടില്ലേ. മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ കാഴ്ചകളും ഇതാണ് നമ്മൾ അവിടുത്തെ ആൾക്കൂട്ടം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് ഇങ്ങനെ നൈസായിട്ട് എടുത്തതാണ്. അപ്പോൾ എന്തായാലും ദസറനോട് നമുക്ക് വിട പറഞ്ഞു. നമ്മളിങ്ങനെ തിരിച്ചു പോവേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ നൈസായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ പോകുമ്പോൾ റൊട്ടി കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ നമ്മളെ ബസ്സും തരുന്നുണ്ട്. ഒറ്റപ്പോക്ക്. എന്താണ് ദസറ ഏതാണ് ദസറ എന്നറിയില്ല. പക്ഷേ ഒരു വർണ്ണം കൊണ്ടുള്ള ഒരു ആറാട്ടോ ഈ ദസറ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ് പറഞ്ഞാലും സംഭവം മിയ. അങ്ങനെ അതിൻ്റെ എയർ ഷോ, ഡ്രോൺ ഷോ എല്ലാ ഷോയും കഴിഞ്ഞ് ദസറൻ്റെ
അറ്റ് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ ഇനി തിരിച്ച് KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണെങ്കിൽ 10 മണിക്കാണ് നമ്മളെ ബസ്. കറക്റ്റ് 8:45 ഡ്രോൺ ഷോ തുടങ്ങിയത്. ബാക്കി അതിൻ്റെ ഉള്ളിൽ പരേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എവിടെ നോക്കിയാലും കണ്ടില്ല, ലൈറ്റ് ലൈറ്റ് സെറ്റ് സാധനം, ഫുൾ വൈബ്. നൈറ്റൊക്കെ ഫുൾ ഓണേ, വെളിച്ചം കൊണ്ട്. ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റഷ്, ട്രാഫിക് കാര്യങ്ങൾ. ഒരു വണ്ടി മേലെ 4-5 ആൾക്ക്, ബൈക്ക് മേലെ 4 ആൾട്ടോ. നമ്മളെ ഹോട്ടലിൽ കണ്ടില്ല 6 ആൾക്കാരൊക്കെ പോയത്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും ഇങ്ങനെ വെച്ചിട്ട് എടുക്കണം. പിന്നെ പോലീസുകാർ ചില ആട്ടിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് പോലെ കൂളായി, ഓല് സെറ്റായി. കാരണം എല്ലാവരും ഇത് കാണാന്നുള്ളൊരു മൈൻഡ്, പല ഏരിയയിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഓല് സ്ട്രോങ് ആവണോടത്ത് സ്ട്രോങ് ആവുന്നുണ്ട്, ലൂസ് ആവണോടത്ത് ലൂസ് ആവുന്നുണ്ട്. സാധനം സെറ്റ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ KSRTC ബസ് 10 മണിക്കാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഗല്ലി കൂടിയൊക്കെ പോകുന്നുണ്ട്, അടുത്തും എത്തണം. അപ്പോൾ നമുക്ക് ഫുൾ ഇഷ്ടമായിട്ടോ, നമുക്ക് വിളിച്ചെത്തു പോകാം. അപ്പോൾ ഇനി നമ്മൾ ബസ് കയറിയാണ്. ബസ് കയറിയിട്ട് നമുക്ക് ഔട്ടർ പറയാം. സ്റ്റാൻഡിലെത്തിയപ്പോൾ മനസ്സിലായിട്ടാ ഫുള്ള് കയറ്റി ഔട്ട് എടുക്കലൊന്നും നടക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ് കുറവാണ്, ആൾ കൂടുതലാണ്. കുറേ ആൾക്കാർ ബുക്ക് ചെയ്യാതെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത നമ്മളെ ബസ്സിൽ തന്നെ സീന് എത്രയെന്നറിയോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കൂടി പറഞ്ഞുകൊണ്ട് വ്ളോഗ്സ് സൈനിങ് ഓഫ്. ബൈ.